കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ നഗരസഭാ നേതൃത്വം തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ പോലും നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തില്ല. വൈകി വന്ന വൈസ് ചെയർമാൻ തർക്കമുണ്ടാക്കുകയായിരുന്നുവെന്നും പുഷ്പദാസ് പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ നഗരസഭാ അധികൃതർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ കെ പുഷ്പദാസ് ആരോപിച്ചു. ഇന്നലെ HMC യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട 16 അജണ്ട ഉണ്ടായിരുന്നു. ആ ചെയർപേഴ്സൺ അറിവോടുകൂടിയാണ് HMC വിളിച്ചു കൂട്ടുന്നത്, സൂപ്രണ്ട് വിളിച്ചു കൂട്ടുന്നത്. ആ HMC യോഗി 11 മണിക്ക് ഞങ്ങളെല്ലാം HMC മെമ്പർമാരെല്ലാം ഹോസ്പിറ്റൽ ചെന്നപ്പോൾ പോലും 12:10 പോലും ചെയർപേഴ്സൺ വന്നിട്ടില്ല. അവിടെ വൈസ് ചെയർമാൻ വന്നിട്ടില്ല, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നിട്ടില്ല. അവിടെ ഇരുന്ന HSC മെമ്പർമാരെല്ലാം കൂടി ജനപ്രതിയായ എന്നെ ആ അധ്യക്ഷ വഹിക്കണമെന്നും ആ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച ഞാൻ അധ്യക്ഷ വഹിച്ചു. HMC കമ്മിറ്റി മുന്നോട്ട് പോയി. അജണ്ടയെല്ലാം പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6ാമത്തെ അജണ്ടയിൽ കയറിയപ്പോൾ വൈസ് ചെയർമാൻ കയറി വരുന്നു. അപ്പോൾ സമയം മണി 12:35, 11 മണി പിടിച്ച യോഗമാണ്. അപ്പോൾ അദ്ദേഹം ഇത് അവിടെ കിടന്ന് കുറേ പ്രശ്നം ഉണ്ടാക്കി. ഇത് നിയമവിരുദ്ധമാണെന്നും ഇത് അങ്ങനെ കൂടാനൊക്കത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുകയും അവസാനം ഞാൻ തന്നെ പറഞ്ഞു, ഇത് ചട്ടത്തിനകത്തും ആ ആക്ടിനകത്തുമൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചെയർപേഴ്സൺ വന്നിട്ടില്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അല്ലെങ്കിൽ വൈസ് ചെയർമാൻ അധ്യക്ഷ സ്ഥാനം വഹിക്കാം. അതും വന്നില്ലെങ്കിൽ ആ ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ആൾക്ക് അധ്യക്ഷ വഹിക്കാം. അങ്ങനെയാണ് ഞാൻ അവിടെ അധ്യക്ഷ വഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വളരെ താലൂക്ക് ഹോസ്പിറ്റൽ വരെ വളരെ കായംകുളത്ത് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ജനങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇത്രമാത്രം അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിവില്ലെങ്കിൽ ഈ ചെയർപേഴ്സണും ഈ വൈസ് ചെയർമാനൊക്കെ രാജിവെച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പാവങ്ങളെ സഹായിക്കാനാണല്ലോ ഈ കായംകുളം നഗരസഭ. ഒരു കാര്യങ്ങൾ ഈ ഇത്രയും വർഷമായിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്രൊജക്റ്റ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. UDFിൻ്റെ കാലത്തുള്ള വികസന പ്രവർത്തനമല്ലാതെ LDF എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കാറിൽ കയറി ദേശാഭിമാനി ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്ന ചെയർപേഴ്സൺ. അതുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ചെയർപേഴ്സൺ. ഇതാണോ അവിടുത്തെ ഭരണം? നിൽക്കുമ്പോൾ കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ, ലിഫ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, അത് കയറാനൊക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ HMC യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തില്ല. ചട്ടമനുസരിച്ച് ചെയർപേഴ്സന്റെ അഭാവമുണ്ടായാൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോ അതുമല്ലെങ്കിൽ വൈസ് ചെയർമാനോ ആണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത്. എന്നാൽ വൈസ് ചെയർമാൻ എത്തിയത് വൈകിയാണ്. വൈകിയെത്തിയ വൈസ് ചെയർമാൻ തർക്കമുന്നയിക്കുകയും ചെയ്തു. ആശുപത്രിയുടെ കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് നഗരസഭാ നേതൃത്വം തുടരുന്നത്. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ചെയർപേഴ്സണും വൈസ് ചെയർമാനും സ്ഥാനം രാജിവെച്ചൊഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.